ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ കേട്ടോ. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഡെയിലി കാര്യങ്ങളും റൊട്ടീനും ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒക്കെ നേരെ മറിച്ച് ഫുള്ള് റെസ്റ്റിംഗ് സമയമായിരിക്കും കേട്ടോ. എന്നാലും അങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കില്ല, ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിച്ചു വാരുക, അലക്കുക, അങ്ങനെയുള്ള പരിപാടികൾ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഏകദേശം ഒരു 8-9 മണിയായി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സമയം നോക്കുമ്പോഴാണ് 7 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ഷാൻ എഴുന്നേറ്റിട്ടില്ല. മിന്നു എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കും കിടക്കാനായിട്ട് പറ്റില്ല. സമ്മതിക്കായി അങ്ങനെയൊന്നുമല്ല കേട്ടോ, അവളിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് കിടപ്പ് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ വേഗം എഴുന്നേറ്റ് ഇപ്പൊ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സൊന്നും അവൾക്ക് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. എന്തെങ്കിലും പാൻറ്റീസോ അല്ലെങ്കിൽ പാമ്പേഴ്സോ കാര്യങ്ങളോ മാത്രം ഇട്ടിട്ട് അങ്ങനെ കിടത്തുന്നതാണ് കേട്ടോ. അപ്പൊ അവളേനെ ഒന്ന് ഒരുക്കിയിട്ട് വേഗം പിന്നെ ഞാനൊന്ന് ബ്രഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലാഗ് അടിച്ച പോലത്തെ ഒരു ദിവസമാണെന്ന് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇതാ ബ്രഷൊക്കെ ചെയ്യാനായിട്ട് ബാത്റൂമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ മിന്നും അവിടെ ഹാളിലുണ്ട് കേട്ടോ. അപ്പോൾ ഷാന നല്ല ഉറക്കിലാണ്. പിന്നെ ഇപ്പൊ അനിയത്തിയും കുട്ടിയും അതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവൾക്കും ഇപ്രാവശ്യം വോട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് അവളും വന്നിട്ടുണ്ട്. അവളും ഞങ്ങളെ കൂടെ ഒരു 3-4 ദിവസമൊക്കെ നിന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ മെയിൻ ഡ്രിങ്ക്. ഞാൻ എല്ലാ വ്ലോഗിലും പറയാറുള്ളത് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാൽച്ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പം അതിലേക്ക് കടികളൊന്നും ആവശ്യമില്ല കേട്ടോ, ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ മതി. അപ്പം മിന്നുവിനും ഞാൻ എൻ്റെതിന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുന്ന് വെച്ച കാരണം എന്താ പറയുക, പാൽച്ചായ വേണ്ട പറഞ്ഞ തട്ടി മാറ്റുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ അത് എന്തായാലും പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവള് എൻ്റെ നിന്നിട്ട് അവള് ചായ ഒക്കെ കുടിച്ചത്. അപ്പോൾ അവളുടെ ചായ ഞാനും കുടിച്ചു. പിന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും ചായ കുറച്ച് തണുപ്പെങ്കിലും ആണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കുടിച്ചിട്ട് ഇതാ ആള് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒരു മടിയിലൊക്കെ കയറിയിട്ട് ഒരു സോപ്പിങ് പോലൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ചായയും കടിയൊക്കെ കൂട്ടിയിട്ട് മെയിൻ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുന്നത്തെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ ഇവിടെ വെക്കേഷനിൽ വന്നപ്പോൾ തന്നെ ഒരു ചെറിയൊരു മാവാണ് കേട്ടോ. അതിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 5 മാങ്ങ, വേറെ എവിടെ ഇല്ല, ഒരൊറ്റ കൊമ്പിൽ തന്നെ ഒരു 5 മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പഴുത്തിട്ടൊന്നുമില്ല, അതങ്ങനെ നിൽക്കണേ, അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ ഒരു ഭംഗി. അങ്ങനെ ഇതാ പിന്നെ മിന്നുവിനെ ബ്രഷ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചായ കൊടുക്കുന്ന സമയം വെറുതെ ഒന്ന് വായ കുലുക്കുഴി അങ്ങനെയൊക്കെ കൊടുക്കും. അല്ലാതെ സാധാ നോർമൽ കടിയൊക്കെ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കിനും വേഗം ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ പുറത്ത് വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയം അങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ സ്കൈ ഒക്കെ കാണാനായിട്ട്. അപ്പൊ സിറ്റ് ഔട്ടിൽ കുറച്ചു നേരം ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ഷോർട്സ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് എടുത്തു വെച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എടുക്കുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഈ ഒരു സമയം ചെയ്യും കേട്ടോ. അപ്പൊ ദാ മിന്നുവിന്റെ ബോൾ കട്ടിലിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതൊന്നും എടുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ എടുത്തു കൊടുത്തു. ആളിങ്ങനെ ഫോണ് കണ്ടിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അനിയത്തിയുടെ കുട്ടിയുണ്ട്, അപ്പൊ അവളുടെ കൂടെ കളിച്ചിട്ടും ഒക്കെ എങ്ങനെ സമയം കഴിക്കും കേട്ടോ. അപ്പൊ പിന്നെ ഇതാ നമ്മുടെ മെയിൻ ചായക്കിന്ന് പൊറാട്ടയാണ് കേട്ടോ. അപ്പൊ തലേ ദിവസത്തെ പാർട്സിന്റെ കറി ഉണ്ടായിരുന്നു. അപ്പൊ അതിലോട്ട് ഞാൻ തലേദിവസം പൊറോട്ട വാങ്ങിച്ചിരുന്നു, അതിന്റെ ബാലൻസ് ആണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ അന്ന് ദോശ ഉണ്ടാക്കിയിരുന്നു, അപ്പൊ അത് അവരൊക്കെ കഴിച്ചു. ഞാനും മിന്നും പൊറോട്ട എടുത്തു കേട്ടോ. ഇപ്പൊ പിന്നെ വെള്ളം എത്ര തന്നെ കുടിച്ചാലും മതിയാകൂല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വെള്ളം അങ്ങനെ കുടിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ വെള്ളത്തിൽ ഇങ്ങനെ തണുപ്പ് വെള്ളം മിക്സ് ചെയ്തിട്ട് കുടിക്കണം, അല്ലാണ്ട് തണുപ്പ് മാത്രമായിട്ട് അങ്ങനെ ആ ഒരു കട്ട തണുപ്പിൽ കുടിക്കില്ല കേട്ടോ. പിന്നെ അവിടെ കപ്പിൽ കുറച്ച് കട്ടൻ ചായ ഒക്കെ ഇരിക്കണുണ്ടപ്പോൾ അതും വേഗം എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ കട്ടൻ ചായ ഞാൻ കുടിച്ചിട്ടില്ല, അത് മിന്നുവിന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ ചൂടുകാലത്തൊക്കെ എപ്പോഴും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ കുറേ ആയിട്ട് ഞാൻ ഇതുപോലെ തണുത്ത വെള്ളം മിക്സ് ചെയ്ത് കുടിക്കാനുള്ള പരിപാടി ആയിട്ടുണ്ട്. ഇപ്പൊ വെറും വെള്ളമായിട്ട് കുടിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു കേട്ടോ. അപ്പൊ ഞാൻ വേഗം തന്നെ ഇതാ ആ ഒരു കട്ടൻ ചായ മിന്നുവിന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതാ ഇപ്പോഴും ഷാന എഴുന്നേറ്റിട്ടൊന്നുമില്ല, ഉറങ്ങി തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ ഒരു വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇപ്പൊ അങ്ങനെയൊക്കെ സുഖമായിട്ട് ഉറങ്ങാനും പറ്റുള്ളൂ. മദ്രസ ഇല്ലാത്തപ്പോഴാണ് മെയിനായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ.
രാവിലെ അല്ലെങ്കിൽ രാവിലെ മദ്രസയിൽ നേരത്തെ എഴുന്നേറ്റ് പോകണ്ടേ, പിന്നെ സ്കൂള് ഇല്ലാത്തപ്പോഴും ഫുള്ളായിട്ടൊരു ഫ്രീ ടൈം. പിന്നെ ഇപ്പം നമുക്ക് അവധിയും കാര്യങ്ങളൊക്കെ തന്നതുകൊണ്ട് എന്തായാലും ഒരു 8-9 ദിവസത്തോളം നമുക്ക് മദ്രസ അവധി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നേരം ഇങ്ങനെ നടക്കണണ്ടപ്പോൾ വീണ്ടും ഞാൻ അവൾക്ക് വെള്ളം കൊടുത്തതാണ് കേട്ടോ. അവൾ പറയൂല, അങ്ങനെ കാണിച്ചു തരുമോ ചെയ്യുള്ളൂ കേട്ടോ വെള്ളം കൊടുക്കാനായിട്ട്. പിന്നെ അതൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ട് വേഗം ഞാനിതാ അലക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇവിടെ വന്നാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞാൽ ഈ അലക്കൽ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കാറില്ല. അപ്പം അലക്കലൊക്കെ പിന്നെ എനിക്ക് വെയിലാവുമ്പോഴേക്കിനും കഴിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കല്ലിൻ്റെ അവിടേക്കൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂട് അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു 9 മണിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഞാൻ അലക്കാനൊക്കെ ആയിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരികയാണെങ്കിൽ വേഗം ടാങ്ക് ഫില്ലാവും ചെയ്യുമല്ലോ ആ ഒരു സമയം കൊണ്ട് തന്നെ. അപ്പൊ വേഗം അലക്കലും കാര്യങ്ങളൊക്കെ തീർക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്ക് ഡോർ തുറന്നിട്ട് കണ്ടാല് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ മിന്നു പറന്ന് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഇപ്പൊ 2 സ്റ്റെപ്പൊക്കെ കടന്ന് താഴോട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ശീലമില്ലാത്തതുകൊണ്ട് ആളങ്ങനെ പിന്നെ കൂടെ വരില്ല കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫുള്ള് വന്നിട്ട് വെള്ളത്തിൽ കളി അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കുക അതൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ പിന്നെ അതാണ് സമാധാനം. ഞാൻ പിന്നിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അവള് ഇറങ്ങി വരുമൊന്നുമില്ല കേട്ടോ. പിന്നെ മദ്രസന്റെ കാര്യമാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ശനിയാഴ്ച വരെയാണ് മദ്രസ ലീവ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ റേഞ്ച് വരുന്നത് കാരണം ഒരു ദിവസം കൂടെ കിട്ടി. നമുക്ക് സൺഡേ ആണ് മദ്രസ ഇനി ഓപ്പൺ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കിന് ഇതാ ഷാന എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം ബ്രഷ് ചെയ്തിട്ട് വാന്നൊക്കെ പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അനിയത്തിയുടെ ബേബി. ഞാനിപ്പോ ഷാനാന്റെ മിന്നുന്റെയും പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ഇവരുടെയൊക്കെ ഷോർട്സ് വീഡിയോ ഇടാറുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ കൊടുന്ന അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് ഇത് ഷോർട്സ് പോലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഞാൻ ആ ചാനലിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഉള്ള അനിയത്തിയുടെ കുട്ടിയും ഉള്ള കാരണം ഞാൻ അവരുടെയൊക്കെ 3 വീഡിയോസൊക്കെ ഞാൻ അതിൽ ഇടാറുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ആ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ മെൻഷൻ ചെയ്തിടാം. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ അലക്കി എല്ലാം എന്താ പറയാ ഒരു പിഴിഞ്ഞൊക്കെ ഇതാ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഷീറ്റിനടിയിലുള്ള ഒരു 2-3 അയൽ മാത്രമുള്ള സൈഡിൽ പിന്നെ ബാക്കിലാണ്. അത് നല്ല ഹൈറ്റിൽ കെട്ടിയ കാരണം തന്നെ എനിക്കങ്ങനെ എത്തിച്ചിടാനൊന്നും പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ അങ്ങനെ ഒപ്പിച്ചിടും. പിന്നെ ഞാൻ അലക്കണ കണ്ടിട്ട് അങ്ങനെ പുറത്ത് വന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ മിന്നു ഉമ്മാനോട് എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ ഷാന ഇവിടെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷാനക്ക് ദോശ മതി പറഞ്ഞിട്ട് ഞാൻ തലേ ദിവസം ഉണ്ടായിരുന്ന പാർട്സ് കറീൻ്റെ ആ ഒരു കറിയും കൊടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർക്ക് തന്നെയാണ് പണി കേട്ടോ. കളി കളി കളി. കാരണം പുറത്തൊന്നും പോയി കളിക്കില്ല കേട്ടോ. ഉള്ളിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ള കളികളൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെ ഇരിക്കാറാണ് കേട്ടോ. അപ്പം പിന്നെ ഷാനാക്ക് ഇവിടേക്ക് വരാൻ കൂടുതൽ ഇൻട്രസ്റ്റ് അനിയത്തിയും കുട്ടിയും വന്നു കഴിഞ്ഞാൽ അവൾക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങോട്ട് വരാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഉമ്മ മാത്രമല്ല ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ കളിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. വെറുതെ ഫുൾ ടൈം ഫോണിൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ക്രോഷ്യ മേക്കിംഗ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പം അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുകയാണ്, പോസ് തരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോ പോസൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പൊ ഷാൻ അതിൻ്റെ ഇടയിൽ അവളെ കളിയാക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ മിന്നുവിനെ ഒന്ന് കുളിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ എല്ലാം നേരത്തെ ആയിരിക്കും കേട്ടോ. മറ്റു പണികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ കുറച്ചും കൂടെ നേരത്തെ ആയിരിക്കും. എൻ്റെ കുളിയായാലും മിന്നുവിൻ്റെ കുളിയൊക്കെ ആണെങ്കിലും കേട്ടോ. പിന്നെ ഷാനാനോട് എത്ര പറഞ്ഞാലും കേൾക്കൂല. എങ്ങനെയും പോയി 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 വൈകുന്നേരം ആവും ഷാനെ കുളിക്കാൻ കേട്ടോ. ചില സമയങ്ങളിൽ ഉച്ചയ്ക്ക് കിടന്നൊരു ഉറക്കമാണ്. അത് കഴിഞ്ഞ് പിന്നെ 5 മണിയൊക്കെ ആവുമ്പോൾ എഴുന്നേറ്റിട്ടാണ് കുളിക്കാറ് കേട്ടോ. അപ്പൊ ഞാൻ വേഗം ഇതാ മിന്നുവിനെ കുളിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവളെ അങ്ങനെ ഉറക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തലയിൽ ഇങ്ങനെ ഒരുപാട് ഓയിലൊന്നും ആക്കി കൊടുക്കില്ല, ചെറുതായിട്ട്. അല്ലെങ്കിൽ അവളുടെ തലയിൽ ഒരു ദിവസം എണ്ണ ഇട്ടിട്ടില്ലെങ്കിൽ അപ്പം മുടി ഇങ്ങനെ ഒരു ചുവന്ന പോലെ എണ്ണ തീരെല്ലാത്ത പരുവായിരിക്കും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാലും ആ ഒരു എണ്ണമയൊക്കെ തലയിലുണ്ടാവും.
അതൊക്കെ കഴിഞ്ഞത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടി കെട്ടാനായിട്ട് ഇരുത്തിയപ്പോൾ ക്യാമറ ഞാൻ ഫ്രണ്ടിൽ വെച്ചപ്പോഴേ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട് കേട്ടോ. അതിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടി കൂട്ടുന്നതൊക്കെ. അപ്പോൾ ഇപ്പൊ പിന്നെ മുടി ഇങ്ങനെ മുകളിലോട്ട് പിടിച്ച് കെട്ടാറൊന്നുമില്ല കേട്ടോ. ഇക്കാർക്ക് ഇഷ്ടമല്ല. കാരണം അത് ഇവള് കുറച്ച് കഴിഞ്ഞ് പിടിച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പൊങ്ങിയിരിക്കും, ഒരുമാതിരി ബോറായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സാധാ നോർമൽ 2 സൈഡിക്കും ഇങ്ങനെ വാരിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഒപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അതിനുശേഷം ഇതാ ഷാന ക്രോഷി മേക്കിങ് ചെയ്യുമ്പോൾ ഇതാ ഹെൻസയ്ക്കും, ഇവളുടെ പേര് ഹെൻസ ലിയ എന്നാണ് കേട്ടോ ഫുൾ നെയിം. നമ്മള് ഹെൻസാന്നും മെച്ചുമ്മാന്നും ഒക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കതുപോലെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഷാനാൻ്റെ നൂലും കാര്യങ്ങളും അതിന്റെ ഹുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 നൈറ്റും അവള് നൈറ്റ് പാമ്പേഴ്സിൽ മൂത്രം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു വട്ടം ഒഴിക്കുള്ളൂ. അപ്പൊ പിന്നെ നമുക്കത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് വെള്ളം കൂടി കുറച്ച് കൂടുതലുമാണ് കേട്ടോ. ഞാൻ ഒന്നാമത് ചൂടല്ലേ പറഞ്ഞിട്ട് നല്ലോണം വെള്ളവും കൊടുക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരുത്തി അതെ കുളിക്കാതെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫോണിൽ ഇങ്ങനെ ഓരോന്നും മേക്കിംഗ് ചെയ്യേണ്ടത് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ മിന്നുവിന് ചോറൊക്കെ കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. കുളിക്കണതിന് മുന്നേ തന്നെ വിഷമപ്പം ഞാനും കുറച്ച് ചോറൊക്കെ എടുത്ത് അങ്ങനെ കഴിച്ചു. പിന്നെ ഉള്ള പാത്രമൊക്കെ അങ്ങനെ വേഗം കഴുകി വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വേഗം നിസ്കരിച്ചു. അപ്പോഴേക്കും ഞാൻ മിന്നൂസിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിക്കാൻ പോണതിന് മുന്നേ തന്നെ ഞാൻ മിന്നുവിനെ ഉറക്കിയിട്ടാണ് പിന്നെ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ നിന്നത് കേട്ടോ. അപ്പൊ ഷാനാന്റെ കുളിയും അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് പുറത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അനിയത്തിയുടെ കൂടെ രണ്ടാളും കടയിൽ പോയി എന്തെങ്കിലും സ്നാക്സ് അവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മിഠായി എന്തെങ്കിലും വാങ്ങാനാണ് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അതാ മിന്നു ഇവിടെ കിടന്നിട്ട് ഫോണും കണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാന് ഇവളുടെ ചെരുപ്പൊക്കെ നോക്കട്ടെ പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് വീഡിയോക്ക് മുന്നിൽ നിർത്തിച്ചതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഫ്രോക്കിന്റെ ആ ഒരു വള്ളിയിൽ ഒന്ന് പൊട്ടിപ്പോയി ഒന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഞാൻ എന്താ പറയുക, നമ്മുടെ നോയ്സിന്റെ ബുദ്ധിമുട്ട് നല്ല ഉള്ള കാരണം തന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അവളെ സൗണ്ട് ഇതിൽ കൊടുക്കണം വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ നമ്മളെ പുറത്തെ സൗണ്ടിന്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ വോയിസ് ഓവർ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ ഷാനയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കടയിൽ പോകാനായിട്ട് തന്നെയാണ്. അപ്പൊ നേരത്തെ അവള് കുളിച്ചിട്ടുള്ള ആ ഡ്രസ്സായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വേറെ ഡ്രസ്സ് ഏതെങ്കിലും നല്ലത് എടുത്തിട്ട് പറഞ്ഞപ്പോൾ വീട്ടിലിടാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടെ ഒരു നല്ലത് അത് ഇട്ടിട്ട് ഇതാ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ പോവാനായിട്ട് അനിയത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂട്ടി എടുക്കുന്ന കാരണം ഇതുപോലെയൊക്കെ കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പൊ അവർക്കും കുറച്ച് 2 ദിവസമായി പുറത്തൊന്നും ഇറങ്ങാതെ ഇരുന്നിട്ടുള്ള ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പോവാനായിട്ട് നല്ല ഉത്സാഹമുണ്ട്. അപ്പൊ മിന്നുവിനെ ഞാൻ പറഞ്ഞയച്ചില്ല കേട്ടോ. കാരണം ഒന്നുമില്ല, അവര് ഒരാൾ ബാക്കിലും ഒരാൾ ഫ്രണ്ടിലും ഇരുന്ന് അങ്ങനെ സേഫായി പോയിട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ചു. മിന്നുവിനെ കൊണ്ടുപോയാൽ അങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ അവരോട് പോയിക്കോ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ മിന്നു ഇവിടെ സൈഡിൽ നിന്നിട്ട് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ നല്ലൊരു വ്ലോഗുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.